കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യ എവരി ഹോം ക്രൂസ് ഡേ എന്ന സംഘടനയുടെ 25ഓളം വരുന്ന പ്രവർത്തകരെയാണ് നിർബന്ധിത മതപരിവർത്തനം എന്നാരോപിച്ച് നാട്ടുകാർ തടഞ്ഞത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ ചിറയൻകീഴ് കേന്ദ്രമാക്കി ബ്ലസ് ചിറയൻകീഴ് എന്ന പേരിൽ നോട്ടീസുകളും ലഘുലേഖകളും വിതരണം ചെയ്തു വരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവത്രേ. ഇവരുടെ പ്രധാന പ്രവർത്തന മേഖല നിർധരരായ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന കോളനികളും സ്ത്രീകൾ മാത്രമുള്ള വീടുകളുമായിരുന്നു എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പിന്നോക്ക ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിൽ ചെന്ന് അവരുടെ കഷ്ടപ്പാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ വേദന അനുഭവിക്കുന്ന എന്തെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അത് പറഞ്ഞാണ് കൊണ്ടുപോകുന്നതെങ്കിലും ഇതിൽ ചെന്നുപെടുമ്പോൾ ക്ഷേത്രത്തിൽ 50 പൈസ കൊടുക്കാൻ മടിക്കുന്നവർ അതിലെത്തിത്തീരുമ്പോൾ 500 രൂപ വരെ കൊടുത്തുകൊണ്ട് ഈ ആൾക്കാരെ എല്ലാം കൂട്ടി യോജിപ്പിച്ച് വീടുകളിൽ വീണ്ടും പ്രാർത്ഥന, കുടുംബയോഗങ്ങൾ ഇത് നടത്തി ബഹുഭൂരിപക്ഷം ജനവിഭാഗങ്ങളെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വീടുകളിൽ ഇറങ്ങിയിട്ട് നിർബന്ധിച്ചുള്ള മതപരിവർത്തനമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. രണ്ടാമത് ഈ എന്തെങ്കിലും അവശതയുള്ള, ഒന്നാമത് കൂടുതലും ഈ വിധവകളായ സ്ത്രീകൾ, ഭർത്താക്കന്മാർ ഗൾഫിൽ നിൽക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾ, ഇങ്ങനെയുള്ള ആൾക്കാരെ മതപരിവർത്തനത്തിൻ്റെ പേരിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് അനാശാസ്യ പ്രവർത്തനത്തിനാണ് ഇവർ കൂടുതലും ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പെരുങ്കുഴിയിൽ നിന്ന് തന്നെ 6 സ്ത്രീകൾക്ക് ചിറയൻകീഴ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ 6 സ്ത്രീകൾക്ക് ലൈംഗികമായിട്ട് ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ട്. അവരുടെ അതിൽ 3 പേരുടെ ബന്ധം തന്നെ വേർപെടുത്തേണ്ട എല്ലാ സെറ്റപ്പുകളിലും ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ അവരെ വിളിച്ചുകൊണ്ട് പോവുക, സ്ത്രീകളെ കൊണ്ടുപോവുക, ലൈംഗിക ചൂഷണം നടത്തുകയാണ് ഇവിടെ മുഖ്യ പരിപാടി. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം പെരുങ്ങുഴി മേട ജംഗ്ഷനിൽ നാട്ടുകാർ തടഞ്ഞുവെക്കുകയും വാഹനത്തിലുണ്ടായിരുന്ന ഇന്ത്യ എവരി ഹോം ക്രൂസ് ഡേ പ്രവർത്തകരെ ഉപരോധിക്കുകയും ചെയ്തു. നിങ്ങൾ ആദ്യം ഒന്നിക്കുക, റോമൻ കത്തോലിക്ക, യാക്കോബായ, മാർക്കോബായ, പിന്നെ പെന്തിക്കോസ്ത്, ഈ വിഭാഗങ്ങൾ ഇപ്പോഴും തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങൾക്ക് തർക്കമുണ്ടോ? TV-യിൽ എന്ന് നോക്കിയാലും കാണാമല്ലോ അതൊക്കെ. ഞങ്ങളിവിടെ ഏതെങ്കിലും ഒരു പൊലയനോ ഒരു പറയനോ ഈഴവനോ തണ്ടാനോ ബ്രാഹ്മണനോ എന്ന് പറഞ്ഞ് തമ്മിലടിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ദൈവത്തിന്റെ പേരിലാവട്ടെ, ജാതിയുടെ പേരിലാവട്ടെ. ആദ്യം സ്വയം നന്നാവുക, എന്നിട്ടേ മറ്റുള്ളവരെ നന്നാക്കാൻ ഇറങ്ങാവൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം എന്താണെന്നുള്ളത് ആദ്യം പഠിക്കുക, അതിനുശേഷം മാത്രം മതത്തെ പിന്തിരിപ്പിക്കാനാണ്. അത് അവരുടെ അടുത്ത് നമ്മളൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് മറുപടിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹിന്ദു മതമോ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ മതമോ അല്ലെങ്കിൽ ഒരു മുസൽമാൻ്റെ മതമോ, ഏത് മതത്തിനും ഒരു പ്രമാണം ഉണ്ടല്ലോ, ആ പ്രമാണം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല. പിന്നെ എന്തിനാണ് ഇവർ മതം മാറ്റുന്നത്? ചിറയൻകീഴ് പോലീസ് സ്ഥലത്തെത്തി ഇന്ത്യ എവരി ഹോം ക്രൂസ് ഡേ പ്രവർത്തകരെ മോചിപ്പിച്ചു. രോഷാകുലരായ നാട്ടുകാർ വാഹനത്തിൽ നിന്നും പിടിച്ചെടുത്ത ലഘുലേഖകളും നോട്ടീസുകളും റോട്ടിലിട്ട് കത്തിക്കുകയും ചെയ്തു. ACV ന്യൂസ്, പെരുങ്ങുഴി.